കഴിഞ്ഞ തവണ എനിക്കിതിനു മുമ്പ് ഒരു അവസരം കിട്ടിയത് ഒരു വർഷം മുമ്പ് അവസരം കിട്ടിയപ്പോൾ ഞാൻ സംസാരിച്ചത് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് അന്നത്തെ ചിന്ത മുടിയനായ പുത്രൻ്റെ ഉപമയിൽ നിന്നായിരുന്നു, അതിൽ ഓർക്കുന്നുണ്ടെങ്കിൽ. അപ്പം അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അതേ അദ്ദേഹത്തിൽ തന്നെ ഇന്നും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ചില കാര്യങ്ങൾ മുഖവരയായിട്ട് ഞാൻ പറയാം. അന്ന് നമ്മളുണ്ട് ലൂക്കോസ് സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 3 ഉപമകൾ പറയുന്നുണ്ട്. കാണാതെ പോയ 3 കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, കാണാതെ പോയ ആടിനെക്കുറിച്ച് പറയുന്നുണ്ട്. 100 എണ്ണത്തിൽ 1 എണ്ണം കാണാതെ പോയി. രണ്ടാമത് 10 ദ്രഹ്മയിൽ നിന്ന് 1 ദ്രഹ്മ കാണാതെ പോയി, അത് കണ്ടെത്തി സന്തോഷിക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമത് ഒരു മകൻ കാണാതെ പോയി എന്ന് വായിക്കുന്നുണ്ട്. പക്ഷെ നമ്മളന്ന് ചിന്തിച്ചു, യഥാർത്ഥത്തിൽ ഒരു മകനല്ല, 2 മക്കളും പിതാവിനെ സംബന്ധിച്ച് 2 മക്കളും നഷ്ടപ്പെട്ടവരായിരുന്നു എന്നാണ് നമ്മളന്ന് ചിന്തിച്ചത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, 3 ഉപമകൾ ആ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇത് പറയുന്ന പശ്ചാത്തലവും നമ്മളന്ന് പറഞ്ഞായിരുന്നു. യേശു അധികം സമയം ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ചെലവഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള പരീക്ഷന്മാർക്കും ശാസ്ത്രിമാർക്കും അത് കണ്ടിട്ട് അവരൊരു പിറുപിറുത്തു. അതിനകത്ത് അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നി. ചുങ്കക്കാരും പാപികളും അന്നത്തെ സൊസൈറ്റി ലാഡറിൽ ഏറ്റവും താഴെ നിന്നിരുന്ന ആൾക്കാരായിരുന്നു ചുങ്കക്കാരും പാപികളും. അതിൻ്റെ മേളിൽ വേറെ കുറേ ആൾക്കാരുണ്ട്. ഏറ്റവും മേളിലായിരുന്നു പരീക്ഷന്മാരും ശാസ്ത്രിമാരും നിന്നത്. പരീക്ഷന്മാർ കൽപ്പനകൾ പ്രമാണിക്കുന്നവരായിരുന്നു, ശാസ്ത്രിമാർ തിരുവെഴുത്ത് എഴുതുന്നവരായിരുന്നു. അതുകൊണ്ട് എല്ലാ കൽപ്പനകളെല്ലാം കറക്റ്റായിട്ട് അവർക്കറിയാം. നമ്മൾ ആ മൂത്ത മകൻ്റെ കാര്യം ചിന്തിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, മൂത്ത മകനൊരു വാക്ക് പറയുന്നുണ്ട്, നിൻ്റെ കൽപ്പനകളെല്ലാം കേട്ട് നിൻ്റെ ജോലിയെല്ലാം ചെയ്ത് ഞാൻ ഈ വീട്ടിൽ നിന്നിട്ടും എനിക്കൊരു കാളക്കുട്ടിയെ പോലും തന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതായത് അത്രയധികം കൽപ്പനകൾക്ക് വില കൊടുത്ത് പ്രമാണിക്കുന്ന ആൾക്കാരായിരുന്നു ഈ പരീക്ഷന്മാരും ശാസ്ത്രികളും. അപ്പം അങ്ങനെ ഒരു കൂട്ടം യേശുക്രിസ്തു ഇവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, ഇവരുടെ കൂടെ നടക്കുന്നു, സമയം ചെലവഴിക്കുന്നു. അത് കണ്ടുകൊണ്ട് ഇവരുടെ മുമ്പിൽ വന്ന് പിറുവിറുക്കുക ചെയ്യുന്നത്. ആ പിറുവിറുത്ത സമയത്ത് ഈ 2 കൂട്ടരോടും കൂടി 3 ഉപമകൾ പറയുന്നുണ്ട്. അപ്പം ആക്ച്വലി നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഈ ഉപമ ഈ 2 കൂട്ടരോടും ഒരുപോലെ സംസാരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ആദ്യത്തെ ഉപമയിൽ നിന്ന് 4 വാക്യങ്ങളുള്ളൂ. ആദ്യത്തെ ഒരാൾ വായിക്കാവോ? ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 6 വരെ. അടുത്ത വാക്യം കൂടി. അത്രയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 വാക്യത്തിൽ നമ്മളതിൻ്റെ പശ്ചാത്തലം കണ്ടു. ചുങ്കക്കാരുടെയും പാപികളും അവരോട് പറയുന്നതായിട്ട് കാണുന്നു. 4 വാക്യത്തിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ ഉപമ. അപ്പോൾ ഇതിൽ നിന്നാണ് ഇന്ന് എൻ്റെ ഒരു ചെറിയ ചിന്ത പറഞ്ഞിട്ട് ഞാനിരിക്കും. വലിയ മർമ്മങ്ങളൊന്നും പറയാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ആ ചുങ്കക്കാർക്കും പാപികൾക്കും ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇതിൽ നിന്ന് ചുങ്കക്കാരും പാപികളും ശാസ്ത്രിമാർക്കും അവർക്കെല്ലാവർക്കും ഈ ഉപമയിൽ നിന്നൊരു കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നമ്മളും അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലെങ്കിലും ദൈവാത്മാവും കൂടെ സംസാരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ നമ്മളത് നോക്കാൻ പോകുന്നത്. 1, നഷ്ടപ്പെട്ടു പോയ ഒരു ആടിനെ കാണുന്നുണ്ട്. 2, ബാക്കി 99 ആടുകൾ അവിടെയുണ്ട്. പിന്നെ ഒരു ഇടയൻ. ഈ 3 കാര്യത്തിൽ നിന്ന് കുറച്ച് 1-2 ചിന്തകൾ പറഞ്ഞിട്ട് ഞാനിരിക്കും. അപ്പം ആദ്യം നഷ്ടപ്പെട്ടു പോയ ആട്. ബൈബിളിലുടനീളം എനിക്കൊന്നും ഒരു 400-ലധികം സ്ഥലങ്ങളിൽ ഈ ഇടയൻ ആട് എന്നുള്ളൊരു ബന്ധം ഒരുപാട് തവണ പരാമർശിച്ചിട്ടുണ്ട്. ഈ പിതാവ് പുത്രൻ എന്നുള്ള റിലേഷൻഷിപ്പ് പോലെ തന്നെ യെശയ്യാ പ്രവചനം തൊട്ട് നമുക്കറിയാം. യെശയ്യാ പ്രവചനത്തിൽ പറയുന്ന രോമം കത്തിരിക്കുന്ന ആടിനെ പോലെ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആ സ്ഥലങ്ങൾ തൊട്ട് പുതിയ നിയമത്തിൽ സുവിശേഷങ്ങൾ ലേഖനങ്ങളിലൊക്കെ ഈ ആട് ഇടയൻ എന്നുള്ള ഉപമ അല്ലെങ്കിൽ ആ ഒരു കമ്പാരിസൺ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. നമുക്കറിയാം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആടുകൾ നമ്മളും, ഇടയൻ ഗുഡ് ഷെപ്പേർഡ് അല്ലെങ്കിൽ നല്ല ഇടയൻ എന്ന് പറയുന്ന ദൈവമാണെന്നുള്ളത് നമുക്കറിയാം. ഈ ആടായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആടിൻ്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ആടിൻ്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് മനുഷ്യനായിട്ട് ഒത്തിരി ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ആടെന്ന് പറയുന്നത് ഷീപ്പ്, ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന ഷീപ്പ് എന്ന് എഴുതിയേക്കുന്നത്, ഗോട്ടല്ല. ഗോട്ടെന്ന് പറയുന്ന കോലാടാണ്. കോലാട് വേറെയും ചെമ്മരിയാടിനെ വേറെയായിട്ട് തരംതിരിക്കുന്നു വചനത്തിൽ പറയുന്നുണ്ട്.
നിങ്ങൾ ഈ സൈത്താനിക് ചർച്ചുകളെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ചർച്ചുകളുടെ എല്ലാം സിമ്പൽ അല്ലെങ്കിൽ അവരുടെ അൾത്താരയിലൊക്കെ കാണുന്ന ഒരു ചിഹ്നമാണ് ഈ ഗോട്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പറയുന്നതൊന്നും ഗോട്ടിനെ കുറിച്ചല്ല, ഞാൻ പറയുന്നതെല്ലാം ഷീപ്പിനെ കുറിച്ചാണ് പറയുന്നത്, ചെമ്മരിയാടിനെ കുറിച്ച്. ചെമ്മരിയാടിനായിട്ടാണ് യേശു ക്രിസ്തു ഇവരെല്ലാം കമ്പയർ ചെയ്യുന്നത്. അപ്പം ഈ ഉപമയിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാണ്, 100 ആടിനെ കണ്ട് രാവിലെ ഇടയൻ മേയ്ക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വരുന്നു. രാത്രി തിരിച്ചു വന്ന് ആലയിലെത്തി എണ്ണി നോക്കുമ്പം ഒരെണ്ണം കുറവുണ്ട്. ആ ഒരെണ്ണം കുറവുള്ള ആടിനെ തേടി പോയി കണ്ടുപിടിക്കുന്നതാണ്. അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ചെറിയൊരു ഉപമ. അപ്പോൾ ഈ ഒന്നാമത്തെ ആടിനെക്കുറിച്ചാണ്, നഷ്ടപ്പെട്ടു പോയ ഒന്നിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആട് എങ്ങനെയായിരിക്കും നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അതായത് ഒരു ഗ്രൂപ്പായിട്ട് നടന്നതാണ്. രാവിലെ ഒരു സ്ഥലത്തു നിന്ന്, എല്ലാ ദിവസവും ഒരു സ്ഥലത്തു നിന്ന് ഇറങ്ങും, തിരിച്ച് അതേ ആലയിലേക്ക് തിരിച്ചു വരുന്ന ഒരു കൂട്ടം. അന്ന് ആ പർട്ടിക്കുലർ ദിവസം ഈ ഒരാട് നഷ്ടപ്പെട്ടു പോയി. അത് ഇൻറ്റൻഷനലി ഈ ആട് വിട്ടുപോയതായിരിക്കുമോ അതോ അറിയാതെ വിട്ടുപോയതായിരിക്കുമോ എന്നായിരുന്നു എൻ്റെ ചിന്ത. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് മനുഷ്യ സ്വഭാവമായിട്ട് ഒത്തിരി ക്യാരക്ടേഴ്സ് മനുഷ്യനായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ആടായിട്ട് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഇപ്പം ഞാൻ ഒരു കുഞ്ഞിനെ കണ്ട് നമ്മൾ ഒരു തിരക്കിൽ പോയി കഴിയുവാണെങ്കിൽ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്, ഈസിയാണ് നഷ്ടപ്പെട്ടു പോകാൻ. ഞാൻ ജഷനെയും കൊണ്ട്, എൻ്റെ മോനെയും കൊണ്ട് ഞാനൊരു ടെസ്കോയിൽ പോവുകയാണെങ്കിൽ, ഞാൻ പോകുന്നത് ഇപ്പോൾ ഒരു ബ്രെഡ് മേടിക്കാൻ പോവുകയാണെങ്കിൽ അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവനോട് ഞാൻ പറയും, ബ്രെഡ് മേടിക്കാനാണ് നമ്മൾ പോകുന്നത്, വേറെ ഒന്നിനും അല്ല പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടെ എത്തി ഞാൻ ആ ബ്രെഡ് എടുക്കുന്ന സമയം കൊണ്ട് അവൻ അപ്പുറം എന്തെങ്കിലും കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അവൻ ഓടും. അത് ഓടുന്നുള്ള ഉറപ്പ്. അതുകൊണ്ട് ഞാൻ അവനെ പല സ്ഥലങ്ങളും കൊണ്ടുപോകാറുമില്ല, കാരണം അവനെ കണ്ടു കിട്ടാൻ പാടാം. അവൻ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ആയിട്ട് അവൻ വേറൊരു കളറുള്ള സാധനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ്സോ എന്തെങ്കിലും കണ്ട് അവൻ അങ്ങോട്ടേക്ക് ഒറ്റ ഓട്ടം ഓടും. അപ്പോൾ ഞാൻ ആ സാധനം എടുത്ത് ഇവിടെ വയ്ക്കുമ്പോഴത്തേക്ക് എനിക്കറിയാം അവൻ ഇത്തിരി മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറയും, നിൽക്കിൽ ഓടരുത്, അവിടെ നിൽക്കണമെന്ന് ഞാൻ പറയും. അത് പറഞ്ഞ് ചിലപ്പോൾ ആ ട്രോളി എടുത്തൊന്ന് നീക്കുന്ന സമയം കണ്ട് അവൻ വേറെ എന്തെങ്കിലും സാധനം കണ്ട് അവൻ ആ അയിലിൽ നിന്ന് തന്നെ വേറെ എങ്ങോട്ടേലും പോവും. അത് അവൻ്റെ ക്യാരക്ടറാണ്, അവനങ്ങനെ പോയിരിക്കും. അതപ്പം അവനെ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് അവൻ പോയത്. അവനെ ആരും പഠിപ്പിച്ചു കൊടുത്തില്ല. 3 വയസ്സുള്ളൊരു കൊച്ചിന് ഈ അപ്പൻ്റെ കൺമുമ്പിൽ നിന്ന് ഓടി കാണാത്ത സ്ഥലത്തേക്ക് പോകാൻ അവനറിയാം. അപ്പം ഞാൻ എൻ്റെ കൂടെ ഒരാളുണ്ടെങ്കിൽ ഞാൻ പറയും, ജഷനെ കാണാനില്ല, മോനെ കാണാനില്ല എന്ന് ഞാൻ പറയും. എന്നിട്ട് ഞാൻ തപ്പി അങ്ങോട്ട് പോകും. അപ്പോൾ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ അവൻ കാണാതായി. ഈ ആട് കാണാതായി എന്ന് പറയുന്നത് ഇടയൻ്റെ പേഴ്സ്പെക്റ്റീവില്ല. എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ജഷനെ കാണുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ അവൻ എന്താ നടക്കുന്നത്, അവൻ്റെ മനസ്സിലെന്താ ഉള്ളത്, അവൻ കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് അവനെ സംബന്ധിച്ച് കുറച്ചുകൂടി കളറുള്ള കാര്യങ്ങളുണ്ട്, അവൻ്റെ ടോയ്സ് ഉണ്ട്, അവൻ്റെ ബുക്കുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ എക്സ്പ്ലോർ ചെയ്ത് അവൻ നടക്കും. അപ്പോൾ ഈ കാണാതെ പോയി എന്ന് പറയുമ്പോൾ ഇടയൻ്റെ പേഴ്സ്പെക്റ്റീവിൽ അവൻ കാണാതെ പോയി, ആട് കാണാതെ പോയി. പക്ഷേ ആടിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ആട് നോക്കാൻ നേരം ഞാൻ കുറച്ചും കൂടി നല്ല എനിക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങളുണ്ട്, കുറച്ചുകൂടി പച്ചപ്പുള്ള സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി അവന് കളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് അവൻ പോയത്. അപ്പോൾ തപ്പി പോകുന്നത് ഇവിടെ ലോസ്റ്റ് ആയി എന്ന് പറയുന്നത് ഇടയൻ്റെ പെർസ്പെക്റ്റീവിലാണ് ആ ഒരാട് ലോസ്റ്റ് ആയത്. ഞാൻ പറഞ്ഞു, ഇവർക്ക് ഒത്തിരി സ്വഭാവങ്ങൾ മനുഷ്യനായിട്ട് ചേർന്ന് നിൽക്കുന്നു പറയുന്നുണ്ട്. ഇനി നഷ്ടപ്പെട്ടു പോയ ആടിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുവാണെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ ആട്, ഇപ്പോൾ 99 ആടുകളെ കൊണ്ട് പോകുന്നു, ഒരാട് പോയി. അത് ഇടയൻ അറിയുന്നില്ല. കാരണം ഒരു കാര്യം കൂടി ഞാൻ മുന്നേ പറയാം. അതായത് ഈ കന്നുകാലികളെയും താറാവിനെയും അങ്ങനത്തെ ഉള്ള കൂട്ടങ്ങളായിട്ട് സഞ്ചരിക്കുന്ന അനിമൽസ് ഉണ്ടല്ലോ, ഇതിനെല്ലാം സാധാരണ നയിക്കുന്നത് പുറകിൽ നിന്നാണ് നയിക്കുന്നത്. ഇങ്ങനെ വടിയും കൊണ്ട് ഇങ്ങനെ തട്ടി ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇടയനും ആടും ഉള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇടയൻ ഫ്രണ്ടിൽ നിന്ന് പോവും. നമ്മൾ ഈ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇടയൻ ഫ്രണ്ടിൽ നിൽക്കും, ആടുകൾ പുറകെ പോകും. അപ്പോൾ ഇടയൻ കുറച്ച് ഒച്ച വയ്ക്കും, എന്തെങ്കിലും സൗണ്ട്. അപ്പോൾ അത് കേട്ടാണ് ഈ ആടുകൾ പുറകെ വരുന്നതും തിരിച്ച് രാത്രിയാകുമ്പോൾ ഈ ആലയിലേക്ക് വരുന്നതും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരാടും, ഈ നഷ്ടപ്പെട്ടു പോയ ഒരാടും ഈ ഇടയൻ്റെ ശബ്ദം കേട്ട് തന്നെ വന്നതാണ്. ഈ കുഞ്ഞ് എൻ്റെ കൂടെ വന്നതുപോലെ തന്നെ ഞാൻ വിളിക്കുന്നുണ്ട്, അവനെ പോരെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു കാര്യം ഡിസ്ട്രാക്റ്റ് ആയിട്ടുണ്ടാവും. എന്തോ ഒരു കാര്യം നമുക്ക് കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ കാണാൻ ഭംഗിയുള്ളതും ഭക്ഷിപ്പാൻ കാമ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ടായിരിക്കും അവൻ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ആയി പോകും. അവൻ അറിയുന്നില്ല അവൻ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത്. അവൻ അപ്പൻ്റെ അടുത്ത് നിന്ന് ദൂരെയാണെന്ന് അവൻ അറിയുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് അവൻ ലോസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഒരാട്, അല്ലെങ്കിൽ കാണാതെ പോയ ഒരാട് ഒറ്റയ്ക്കാണ് നടക്കുന്നത്. ആ ഒറ്റയ്ക്ക് നടക്കുന്ന ആട് എപ്പോഴും ഭയങ്കര വൾണറബിൾ ആയിരിക്കും. അതിനെ വേറെ മൃഗങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാം. ഈ ആടിന് ചെറുത്ത് നിൽക്കാനുള്ള ഒരു ഡിഫെൻസ് ഫീച്ചറും, അതായത് അവരുടെ ശരീരത്തിൽ ഇല്ലാത്ത, അതാ ഞാൻ ഗോട്ടല്ല എന്ന് പറയാൻ കാര്യം അതായി. ഗോട്ടിന് കൊമ്പെങ്കിലും ഉണ്ട്. നമ്മൾ ഈ മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് അറ്റാക്ക് ചെയ്യും. പക്ഷേ ഈ ആടിന് ഒരു രീതിയിലും തിരിച്ച് ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു
ഫീച്ചേഴ്സും ദൈവം കൊടുത്തിട്ടില്ല. അതങ്ങനെ പേടിച്ച് നിൽക്കത്തുള്ളൂ. നമ്മളിവിടെ ഇവിടെയൊക്കെ ഫാമുകളിൽ പോയാലും ജസ്റ്റനെയും കണ്ടും കുഞ്ഞുങ്ങളെയും കണ്ടും നമുക്ക് ധൈര്യമായിട്ട് ആടിൻ്റെ ഫാമിൽ പോകാം. കാരണം ആടൊന്നും ചെയ്യത്തില്ല. ഇവർ ചെന്ന് കൈവച്ചാലും അതൊന്നും ചെയ്യത്തില്ല. കാരണം അതിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അതിൻ്റെ ഒരു ബലഹീനത എന്ന് വേണമെങ്കിൽ പറയാം. അതിന് തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം അത് ചെയ്യുന്നത് ഒരു തള്ളയാട് ഒരു കുഞ്ഞാടിന് പാല് കൊടുക്കുമ്പോഴോ അങ്ങനെ വരാൻ നേരം ഒന്ന് തൊഴിക്കാൻ നോക്കും. പക്ഷേ ആ തൊഴി ഒരു ദുഷ്ടൻ അല്ലെങ്കിൽ ഒരു ചെന്നായ വീഴുമ്പോഴോ അങ്ങനെയുള്ള വേറൊരു അനിമൽ അതിനെ ആക്രമിക്കാൻ വരുമ്പം അതിൽ നിന്ന് എതിർത്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫീച്ചേഴ്സും അതിനില്ല. അപ്പം ഈ പോയ ആട്, ഇപ്പം ജ്യേഷ്ഠൻ പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിൽക്കുമ്പോൾ കാണാതെ പോയിരിക്കുന്ന സമയത്ത് അവൻ ഒരുപാട് അപകടങ്ങൾക്ക് പ്രോണായിട്ടാണ് അവൻ നിൽക്കുന്നത്. അവനെ ഒരാൾക്ക് തട്ടിക്കൊണ്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ അവനെ ഒരാൾക്ക് കൊണ്ടുപോകണമെങ്കിൽ വെറുതെ ഇപ്പം എൻ്റെ മോനെ സംബന്ധിച്ച് ഒരു ഡൈനോസർ എന്നൊന്ന് എഴുതി കാണിച്ചാൽ അവൻ അയാളുടെ കൂടെ പോകും. ഒന്നും പറയേണ്ട, ഒരു പാവയോ അല്ലെങ്കിൽ ഡൈനോസറിൻ്റെ ഒരു സാധനം കൊടുത്താൽ അവൻ അയാളുടെ കൂടെ പോകും. അതാണ് ഞാൻ പറഞ്ഞത്. ചെറിയൊരു ഈ വിട്ടുപോകുന്ന ഒരാടെന്ന് പറയുന്നത് ഒരുപാട് അപകടങ്ങൾക്ക് പ്രോണായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് എടുത്തു വെക്കണേ. അപ്പം വിട്ടുപോയ ആട് എല്ലാ അപകടങ്ങൾക്കും പ്രോണാന്ന് പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് സാധാരണ സംഭവിക്കാറുള്ള കാര്യമാണ്. എടുത്തെങ്കിലും ഒന്ന് വായിക്കാവോ? ഇതാണ് നമ്മളെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, താന്താൻ്റെ വഴികൾക്ക് തിരിങ്ങിയിരുന്നു. ഓരോ കാര്യങ്ങൾ കണ്ട് നമ്മളങ്ങനെ തിരിങ്ങിയവരായിരുന്നു നമ്മൾ. അപ്പോൾ ഇത് ആടുകളെക്കുറിച്ച് വചനത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇനി ഇങ്ങനെ പോയ ആടുകൾ സാധാരണ സംഭവിക്കുന്നത് ഇതിൻ്റെ വേറൊരു ബലഹീനതയാണ്. ഇതിന് ഒരുപാട് ദൂരത്തേക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഒരു ഡയറക്ഷനൊന്നുമില്ല ഇതിന്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ഒരു ഡയറക്ഷനൊന്നും ഇതിന് സഞ്ചരിക്കാൻ പറ്റത്തില്ല. അധികവും നടക്കുന്ന ഇടയൻ്റെ കൂടെ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു കയറ്റം, വളരെ സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളും ഈ ആടുകൾ കയറും. പക്ഷേ കന്നുകാലികൾ അങ്ങനെ കയറത്തില്ല. ഈ ആട് കയറുകയും ചെയ്യും, അതുപോലെ തന്നെ ചിലപ്പോൾ മറിഞ്ഞ് വീഴുകയും ചെയ്യും. നിങ്ങൾക്കിത് അറിയുമെന്ന് അറിയത്തില്ല, എനിക്കിത് വളരെ ഷോക്കിംഗ് ആയിരുന്നു കേട്ടപ്പം. അതായത് ഒരാട് വീണ് പോയി കഴിഞ്ഞാൽ അതിന് പിന്നെ തിരിച്ചെഴുന്നേക്കാനുള്ള കഴിവില്ല. ഒരു കന്നാലിയോ അല്ലെങ്കിൽ ഒരു പട്ടിയോ വേറെ ഏത് മൃഗമാണെങ്കിലും വീണ് കിടന്നാൽ അതിങ്ങനെ കുതറി എണീച്ച് പോകുന്ന നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ആട്, നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിക്കോ, ഇങ്ങനെ ഒരു ആട് കമന്ന് കിടന്നാൽ അതിനെ എങ്ങനെ രക്ഷിക്കണമെന്നുള്ള ഒത്തിരി ട്യൂട്ടോറിയൽസ് ഇടയന്മാർ പറയുന്ന വീഡിയോസ് ഉണ്ട്. അതായത് ആട് കിടന്നു പോയി കഴിഞ്ഞാൽ അതിന് തിരിച്ചെഴുന്നേറ്റ് പോകാനുള്ള ഒരു കഴിവുമില്ല. അത് എഴുന്നേക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ഇടയൻ്റെ സഹായം വേണം, അതല്ലെങ്കിൽ ഒരാൾ ചെന്നിട്ട് അതിനെ നേരെ നിർത്തണം. നേരെ നിർത്തി ഒരു 10 സെക്കൻഡെങ്കിലും കഴിഞ്ഞാലാണ് ആ ആടിന് നേരെ നിൽക്കാനുള്ള ഒരു കഴിവ് വരത്തുള്ളൂ. കാരണം അതിൻ്റെ രക്തയോട്ടം കാലിലേക്ക് എത്തിയില്ലെങ്കിൽ അതിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ ചുമ്മാ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ അതിങ്ങനെ ഓടുകയും ചെയ്യും. ചിലപ്പോൾ എടുത്ത് വെക്കുന്ന സമയത്ത് തന്നെ തിരിച്ചിങ്ങോട്ടും മറിഞ്ഞു വീഴും. അതായത് അങ്ങനെ വീണ് പോകുന്ന ആടിന് സ്വന്തമായിട്ട് എഴുന്നേറ്റ് പോകാൻ ഒരു നിവൃത്തിയില്ല, അവിടെ കിടക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ നഷ്ടപ്പെട്ടു പോയ ആടിന് സംഭവിക്കാവുന്ന ഒരപകടമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വീണ് പോവാം. ഇനി ഈ വീണ് പോയ ആട് 24 മണിക്കൂറിൽ കൂടുതൽ സർവൈവ് ചെയ്യത്തുമില്ല. അതായത് അവർ പറയുന്ന കുറച്ച് മണിക്കൂർ കൊണ്ട് മരിച്ചു പോകുമെന്നാണ് പറയുന്നത് ആട്. ഞാൻ വായിച്ചു നോക്കിയപ്പം 24 മണിക്കൂറിൽ കൂടുതൽ ഇങ്ങനെ കിടന്ന ആട് ജീവിക്കത്തില്ല. അതവിടെ കിടന്ന് മരിച്ചു പോകത്തുള്ളൂ. അത് രണ്ടാമത്തെ കാര്യമാണ് ഇങ്ങനെ പുറത്തേക്ക് പോയ ആടിന് സംഭവിക്കാവുന്ന ഒരു കാര്യം. പിന്നെ വേറെ ഏതെങ്കിലും മൃഗങ്ങൾ വന്നിട്ട് ഇതിനെ ആക്രമിച്ചെന്നിരിക്കട്ടെ, കഴിക്കാൻ നോക്കി അല്ലെങ്കിൽ ആക്രമിച്ചെന്നിരുന്നാൽ സാധാരണ എല്ലാ മൃഗങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ ശരീരത്തൊരു മുറിവ് വന്നാൽ അതിങ്ങനെ അവരുടെ നാക്ക് കൊണ്ട് തന്നെ അത് നക്കിയിട്ട്, അത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്, ചില സ്ഥലത്ത് പറയുന്നത് അതിൻ്റെ ബാക്ടീരിയ ഉണ്ടാവും, പക്ഷേ അവർക്കതൊരാശ്വാസമാണ്. ആ മൃഗത്തിന് ആ നക്കുന്നത് അതിനൊരാശ്വാസം. പക്ഷേ ഈ ആടിന് മാത്രം അങ്ങനെ ഒരു മുറിവ് ശരീരത്ത് വരുവാണെങ്കിൽ അതിനെ ഹീൽ ചെയ്യാനുള്ള ഇൻബോൺ കഴിവ് ഈ ആടിനില്ല. അപ്പോൾ ഞാൻ 3-4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇത് ഡയറക്ഷൻ ഇല്ലാതെ പോകുന്ന ആടാണ്. അതായത് ഈ ഒരു കുഞ്ഞ് പല കാര്യങ്ങൾ കണ്ട് ഡിസ്ട്രാക്റ്റായി പോകുന്ന പോലെ തന്നെ പല ചിന്തകളും നമുക്ക് ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് എന്തെങ്കിലും പുല്ലോ വെള്ളമോ കണ്ട് ഡിസ്ട്രാക്റ്റായി പോകുന്ന ആടുകളാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് പല അപകടത്തിന് പ്രോണാണ്. ദുഷ്ടന്മാരാക്രമിക്കാം, അതെവിടെയെങ്കിലും പോയി വീഴാം, എവിടെയെങ്കിലും പോയി കുടുങ്ങിക്കിടക്കാം. ഇതിൽ നിന്നൊന്നും ഇതിന് തന്നെ തിരിച്ചു വരാനുള്ള കഴിവില്ല. മൂന്നാമത്തെ കാര്യം, അതിന് മുറിവ് കെട്ടാൻ പറ്റത്തില്ല. ഇതാണ് ഈ നഷ്ടപ്പെട്ടു പോയ ഒരു ആടിന് സംഭവിക്കാവുന്ന കാര്യങ്ങൾ. അതായത് ഇടയൻ 99 ആളുകളും തിരിച്ചു വന്നു. ഈ ആട് ഇപ്പോൾ പുറത്തുള്ള ഈ ആടിന് സംഭവിക്കാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ കാര്യം, 99 ആടുകൾ രാവിലെ പോയി തിരിച്ചു വന്നു. എണ്ണി നോക്കിയപ്പം 99 ആടുകൾ ഇവിടെയുണ്ട്. ഇടയൻ
ഒന്നിനെ തപ്പിപ്പോയേക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഈ 99 ആടുകളും സേഫാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ. അവർ തിരിച്ചു വന്നു. നമ്മുടെ ഒരു മനുഷ്യനെ ഹ്യൂമനായിട്ട് ഒരു ആത്മീയ ജീവിതമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇവർ അന്നത്തെ ദിവസം അവർ സേഫായി. ഇടയൻ്റെ കൂടെയാണ്, ഇടയൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നു എന്ന് നമുക്ക് പറയാം. ഞാനൊരു ഉദാഹരണം കൂടി പറയാം, ആടിൻ്റെ ഒരു വീക്ക്നെസ്സും കൂടി പറയാനായിട്ട്. ഇത് നടന്ന ഒരു സംഭവമാണ്. 2005 ടർക്കിയിൽ 1500 ആടുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് മേഞ്ഞുകൊണ്ടിരുന്ന ആടുകളാണ്. ഒരു മലയുടെ പുറത്ത് മേഞ്ഞുകൊണ്ടിരുന്ന ആടുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് 1500 ആടുകളും ഒരു ക്ലിഫിലേക്ക് എടുത്ത് ചാടി. ഒന്നിന് പുറകെ ഒന്നായിട്ട് എടുത്ത് ചാടി. 450 ആടുകൾ, ആദ്യം വീണ 450 ആട് ചത്തുപോയി. ബാക്കി വീണത് പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടു. അപ്പം ഒരു 10-26 കുടുംബങ്ങളുടെ ആടാന്ന്. അതും നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാവും ആ ഒരു ന്യൂസ്. അപ്പോൾ ഈ ആട്ടിടയന്മാർ എല്ലാ ദിവസവും കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വഴിയാണ്. ഈ ആട്ടിടയന്മാർ അവിടെ ക്ലിഫ് അന്നും ഉണ്ടായിരുന്നു. ഇടയന്മാർ ഇങ്ങനെ ഒച്ച വെച്ച് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പം ആട് അതിനകത്ത് വീഴത്തില്ലായിരുന്നു. പക്ഷെ അന്ന് അവർ ഭക്ഷണം കഴിക്കാൻ മാറിയ സമയത്ത് എന്തു പറ്റി? ആദ്യത്തെ ഒരാടെടുത്ത് അങ്ങോട്ട് ചാടി. മറ്റേ ആട് ഇടയൻ്റെ ശബ്ദമോ ശ്രദ്ധിച്ചില്ല. കാരണം ഇടയൻ്റെ ശബ്ദം ആ സമയത്ത് ഇല്ലായിരുന്നു. പക്ഷേ ഇടയന് ഇതിന് മുമ്പ് കൊണ്ടുപോയ വഴികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ആടുകൾ എന്ത് വെച്ചാൽ ബാക്കി 1499 ആടും ഒരാട് പോയ പോലെ തന്നെ എടുത്ത് ചാടി. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം, ഈ 99 ആടും തിരിച്ചു വന്നു എന്നതിൻ്റെ അർത്ഥം 99 ആടും ഇടയൻ്റെ ശബ്ദം കേട്ട് തിരിച്ചു വന്നു എന്നാവാൻ ഒരു ചാൻസും ഇല്ല. ഇന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഒരാട് പോയതിൻ്റെ പുറകെ സഞ്ചരിക്കുന്ന ഒരു ബലഹീനതയും കൂടി ഈ ആടിനുണ്ട്, ഈ ആടുകൾക്കുണ്ട്. ഇത്രയും ബലഹീനത പറഞ്ഞ കൂട്ടത്തിൽ ഈ ആടിന് ഒരു സവിശേഷത കൂടിയുണ്ട്. ഒറ്റ സവിശേഷത അല്ലെങ്കിൽ ഒരു നല്ല ഗുണം എന്ന് പറയുന്ന ആടിനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, അതിന് ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സ്ട്രേഞ്ചറിൻ്റെ ശബ്ദവും തിരിച്ചറിയാൻ പറ്റും. അപ്പം ഇടയൻ്റെ ശബ്ദം കേട്ടാണ് ഈ ആട് രാവിലെ പോയി തിരിച്ച് ആലയിലേക്ക് വരേണ്ടത്. അപ്പോൾ ഈ 99 ആടുകളും ഇടയൻ്റെ ശബ്ദം കേട്ട് വന്നവരാവണം എന്നില്ല എന്ന് ഞാൻ പറയാൻ കാര്യം, മറ്റേ ആട് പോയ രീതിയിൽ തന്നെ, അതെങ്കിൽ കൂട്ടത്തിലുള്ള ആടുകൾ സഞ്ചരിച്ചതിൻ്റെ ആ ഒരു, നമ്മൾ ഇങ്ങനെ ഒരു ഓളത്തിന് പോയി എന്ന് പറയില്ലേ, ആ ഒരു ഓളത്തിൽ തന്നെ സഞ്ചരിച്ച് ഇവിടെ വന്നവരാവാനും ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ഇന്ന് ചർച്ചിലുണ്ട്, ഇവിടെ ചർച്ചിലുണ്ടതിൻ്റെ ഉള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇവിടെ വന്നതുകൊണ്ട്, നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോയതുകൊണ്ട് മാത്രം നമ്മൾ ഇടയൻ്റെ ശബ്ദം കേട്ട് നടന്നവരാണെന്ന് നമുക്ക് പറയാൻ ഉറപ്പിക്കാൻ പറ്റത്തില്ല. അത് ഉറപ്പിക്കണമെങ്കിൽ നമ്മളൊന്നും കൂടി പുറകോട്ട് ചിന്തിച്ച് നോക്കണം. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കാൻ നേരം, കഴിഞ്ഞ ദിവസം ഒരു കാര്യം നടക്കാൻ നേരം എൻ്റെ അകത്തേക്ക് ഒരു ഇടയൻ്റെ ശബ്ദം വന്നോ, അതായത് അത് തെറ്റാണ് എന്നുള്ളൊരു കോളിങ് കഴിഞ്ഞ ആഴ്ചകളിൽ എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ആ ശബ്ദം കേട്ടാന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താം. അതുപോലെ തന്നെ ഞാനിത് ആടുകളാണെന്ന് പറഞ്ഞല്ലോ, പത്രോസിനോട് ആ തള്ളി പറഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് യേശു കാണാൻ നേരം പറയുന്ന ഒരു കാര്യമുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ 3 തവണയും പറയുന്നുണ്ട്, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം ഇതാണ്, നമ്മൾ ഈ കാണുന്ന ഇവിടെ കാര്യം, നമ്മുടെ പാസ്റ്ററുണ്ട്, നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ പറയും ഇടയനും ആടുകളാണെന്ന് പറയും. എന്നിരുന്നാൽ പോലും ഒരു ടോപ്പ് ലെവൽ വ്യൂവിൽ നോക്കാൻ നേരം നമ്മുടെ ഈ ചർച്ചും, ഡബ്ലിനിലെ ചർച്ചുണ്ട് ചർച്ചും, ട്രെലിയിലുള്ള ചർച്ചുകളും കോർക്കിലെ ചർച്ചുകളും, അത് എത്ര എങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ കാണുന്നുണ്ട്, പല ചർച്ചുകളും വളരുന്നു പിളരുന്നു ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ഒരു ഐഡിയ മനസ്സിലുണ്ടായിരിക്കണം, ഇതെല്ലാം ആടുകളാണ്. ഒരു സബ്സെറ്റിൽ നിൽക്കുന്ന മുഴുവൻ ആടുകളാണ് ഇതിനകത്തുള്ളതെല്ലാം. ഒരു സൂപ്പർ സെറ്റായിട്ട് ഒരു ഗുഡ് ഷെപ്പേർഡ് എന്ന് പറഞ്ഞൊരു ദൈവം മേളിലുണ്ട്. ഈ ആടുകളെല്ലാം ഫോളോ ചെയ്യേണ്ടത് ഈ ഇടയൻ്റെ വാക്കുകളും ഈ ഇടയൻ കാണിച്ചു പോയിട്ടുള്ള വഴികളുമാണ് ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇന്നാളെ ഒരു വീഡിയോ ഉണ്ട്, ഒരാൾ പറയുന്നു, നമ്മൾ ഇടയെന്ന് പറയുന്ന പോലെ ഒരാൾ പറയുന്നു, എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ നിൻ്റെ അനുഗ്രഹവും എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ പല പല കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഈ ആത്മീയ ഗോളത്തിൽ നടക്കാൻ നേരം എത്ര പൊളിറ്റിക്സുകൾ നടന്നാലും, എത്ര ഇങ്ങനെ ജനറൽ പാസ്റ്റർ, സെൻട്രൽ പാസ്റ്റർ, അതിൻ്റെ മുകളിലേക്ക് എത്ര ആൾക്കാരുണ്ടെങ്കിലും ഈ നമ്മളൊരു ടോപ്പ് ലെവൽ വ്യൂവിൽ നമ്മളൊരു കാര്യം ചിന്തിക്കാൻ പറ്റും, നമ്മൾ ആടുകളും ഈ എല്ലാവരും ആടുകളും ഒറ്റ ഇടയനേ ഉള്ളൂ. അതുകൊണ്ട് ഇവരെ നോക്കി നടക്കുവാണെങ്കിൽ 1499 ആടുകൾ അന്ന് ആ കുഴിയിൽ വീണതുപോലെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് തിരിച്ച് 99-ലാണ് പെടുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 99 ആരിൽ തിരിച്ചു വന്നു എന്നുള്ള ഉറപ്പിൽ നമ്മൾ ഇടയൻ്റെ വാക്ക് കേട്ടാണ് നടക്കുന്നതെന്ന് തോന്നരുത്. അത് നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കണം, നമ്മൾ ആ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ച പാസ്റ്ററിൻ്റെ മെസ്സേജിൽ നമ്മൾ
മുഴുവൻ കേട്ടായിരുന്നു. ടെംപ്റ്റേഷനുകളെ കുറിച്ച് കേട്ടു. അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് ഇതെല്ലാം കാണിച്ച് തന്നിട്ട് എടുത്ത് ചാടുവാണെങ്കിൽ ഇതെല്ലാം നിനക്ക് തരാമെന്ന് പറയുന്ന സാഹചര്യങ്ങൾ വരാം. അല്ലെങ്കിൽ കാണുവാൻ ഭംഗിയുള്ളത് കാണിച്ചു തന്നിട്ട് ഇത് കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്കെല്ലാം കിട്ടും, നീ അറിവ് നിനക്ക് കേടും എന്ന് പറയുന്ന അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരാം. അതല്ലെങ്കിൽ നമ്മുടെ ഒന്നും വേണ്ട, നമ്മുടെ ഫോക്കസ് ഈ ഇടയനിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ജോലിയോ നമ്മുടെ എഡ്യൂക്കേഷനോ അതല്ലെങ്കിൽ ഒരു ദൈവദാസനായിക്കോട്ടെ, ഒരു ചർച്ച ആയിക്കോട്ടെ, ഒരു വർഷിപ്പ് ലീഡറിലോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലേക്ക് മാറുവാണെങ്കിൽ ഈ 450 ആടുകൾ വീണ് മരിച്ചതുപോലെ തന്നെ ഞാൻ മരിക്കുക എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെത്ത് അല്ല. ഇളയ മകൻ ദൂരത്ത് പോയി തിരിച്ചു വരാൻ നേരം അപ്പം പറയുന്നുണ്ട്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. ആ റിലേഷൻഷിപ്പിൽ ഈ ഫോക്കസ് മാറാൻ നേരം കട്ട് ഓഫ് ആവാനുള്ള ചാൻസ് വളരെ അധികം ഉണ്ട് എന്ന് നമ്മൾ ഓർക്കുക. നിസ്സാരം ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ കേട്ടതായിരുന്നല്ലേ കഴിഞ്ഞ ആഴ്ച, മോഹത്തിൽ തുടങ്ങുന്നു, ഒരു ഫോഴ്സിൽ തുടങ്ങുന്നു, അതിൻ്റെ കോസായിട്ട് എത്തുന്നത് മോഹം പെരുകി ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്നത് മരണത്തിലാണ് വന്ന് നിൽക്കുന്നത്. ഈ മരണം എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിന്നുള്ള കട്ട് ഓഫാണ്. അപ്പം ആ ഒരവസ്ഥയിലേക്ക് വരാതെ, ഇനി ആ അവസ്ഥയിലാണെങ്കിൽ പോലും നമ്മൾ ചിന്തിച്ചു നോക്കാം, നമ്മൾ ആ ഒരാടാണോ അതോ 99 ആടാണോ? ഇനി 99 ആടിലാണെങ്കിൽ നമ്മൾ ഇന്ന് തിരിച്ച് ഈ ആലയിലേക്ക് വന്ന് നിൽക്കുന്നത് അവൻ്റെ ശബ്ദം കേട്ടാണോ വന്നിരിക്കുന്നതെന്ന് നമ്മൾ ഓർത്ത് നോക്കുക. അത് നമ്മളെ തന്നെ വിലയിരുത്തുക. കാരണം ഈ ഒരു മോഹം മതി നമ്മളെ അതിനകത്തുനിന്ന് മാറ്റാനായിട്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. നീതിയിലും നീതിപാതയിലും സത്യത്തിലും വഴി നടത്തുന്ന നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ പോകുമ്പോൾ, നമ്മൾ സ്ഥലത്ത് പോകുമ്പം അത് തെറ്റാണെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു തരുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് സമയത്തും ഈ സമയത്ത് നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ ഇടയൻ്റെ കൂടെയാണോ, ഇടയൻ്റെ ശബ്ദം കേട്ടാണോ മുമ്പോട്ട് പോകുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, എൻ്റെ അവസാനത്തെ കാര്യം ഇത് പറഞ്ഞിട്ട് ഞാനിരിക്കും, നല്ല ഇടയെന്നുള്ളത്. അപ്പം നമ്മൾ നഷ്ടപ്പെട്ടു പോയ ഒരാടിൻ്റെ സംഭവിക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇനി ബാക്കി 99 ആടിലാണോ നമ്മളുള്ളത്? 99 ആടുകളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നല്ല ഇടയൻ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം എൻ്റെ 16-ാമത്തെ വാക്യാന്ന് തോന്നുന്നു. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു എന്ന് പറയുന്ന. മതി. അപ്പം നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. ഒരു സാധാരണ ഒരു ഇടയൻ ഈ ആടുകളെ കണ്ട് പോകാൻ നേരം വളരെ നോർമലാണ്. ഇടയൻ്റെ കയ്യിലൊരു വടിയുണ്ടാവും, ഒരു കോലുണ്ടാവും. അത് വെച്ചേക്കുന്നതിൻ്റെ കാര്യം, ഒന്ന് ഈ ആടുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയൊക്കെ ചെയ്യും പല കാര്യങ്ങളൊക്കെ പോകാൻ നേരം. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ആനിമൽ വന്ന് ഈ ആടുകളെ ഉപദ്രവിക്കാൻ വരുവാണെങ്കിൽ അതിനെ രക്ഷിക്കാനുമാണ്. അതുകൊണ്ടാണ് അങ്ങനെ കാര്യം പറയുന്നത്. പക്ഷേ നല്ല ഇടയൻ നമ്മുടെ യേശു കർത്താവാണെന്ന് നമുക്കറിയാം. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. ഇവിടെ 99-ൽ തൃപ്തിപ്പെടുന്ന ഒരു ഇടയനല്ല, 100-ൽ തൃപ്തിപ്പെടുന്ന ഒരു ഇടയനാണ് നമുക്കുള്ളതെന്നാണ് വചനത്തിലുടനീളം നമ്മൾ കാണുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കണക്ക് നോക്കുവാണെങ്കിൽ, അതായത് എക്കണോമിക്സ് പഠിക്കുന്നവർക്കറിയാം, ഒരു തേങ്ങയ്ക്ക് 10 രൂപയാണെങ്കിൽ 100 തേങ്ങയ്ക്ക് 1000 രൂപ. അപ്പം ഈ ഒരു തേങ്ങയ്ക്ക് വിലയില്ലെങ്കിലോ, ഈ ഒരു തേങ്ങയ്ക്ക് വില 0 ആണെങ്കിൽ 100 ഗുണം 0 എന്ന് പറയുന്നത് വീണ്ടും 0-ത്തിലേക്ക് വരും. അതായത് ആ ഒരു കണക്ക് അവിടെ ബേസിക്കലി സംഭവിച്ചേക്കുന്നത് അതാണ്. ഒന്നിന് വിലയില്ലെങ്കിൽ ബാക്കി ഒന്നിനും വിലയില്ല. അതായത് പരീശന്മാരും ശാസ്ത്രിമാരും യേശു ഈ പാപികളുടെ കൂടെ ഇരിക്കാൻ നേരം അതിന് കുറ്റം പറയുന്നു, അല്ലെങ്കിൽ അതിന് കണക്ക് പറയുന്ന യേശു അവർക്ക് വീണ്ടും പഠിപ്പിച്ചു കൊടുക്കുവാണ്, ഈ നിൻ്റെ തന്നെ അതേ വില ഈ നഷ്ടപ്പെട്ടു പോയ ഒന്നിനുമുണ്ട്. അതിന് വില 0 ആണെങ്കിൽ ഈ മൊത്തത്തിൻ്റെയും വില 0. പക്ഷെ അങ്ങനെയല്ല, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. അവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നു. അവൻ കൊടുത്ത വില നമുക്കറിയാം. അവൻ്റെ രക്തം മുഴുവനും കൊടുത്താണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. നിങ്ങളൊരു ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പക്ഷെ ഞാൻ ഇതിനോട് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുക. ഒരു ബാലൻ, ഒരു ആൺകുട്ടി, അവൻ കുറേ നാളെടുത്ത് വളരെ ആശിച്ച് ഒരു ബോട്ട് പണിതു. ഒരു പായ്ക്കപ്പൽ പോലത്തെ ഒരു ബോട്ട് അവൻ പണിതു. അതിൽ വളരെ ഭംഗിയുള്ളൊരു ബോട്ട്, നല്ല ക്വാളിറ്റിയുള്ള തടിയൊക്കെ വെച്ച് പണിതേക്കുന്ന ഒരു ബോട്ട് അവൻ പണിതു. അത് പണിതിട്ട് അവൻ തൊട്ടടുത്തുള്ള ഒരു നദിയിൽ കൊണ്ടുപോയിട്ട് അവൻ ഒഴുക്കി അതിങ്ങനെ കളിക്കുക. കാരണം ബോട്ട് വെള്ളത്തിൽ ഒഴുക്കണമല്ലോ. അങ്ങനെ ഒഴുക്കി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അടിയൊഴുക്ക് കാരണം ഈ ബോട്ട് അവൻ്റെ കയ്യിൽ നിന്ന് പോയി, അവൻ്റെ കൺട്രോൾ പോയി, വേറെ എങ്ങോട്ടേക്കോ പോയി. അപ്പോൾ ഇവൻ വളരെ സങ്കടത്തോടെ തിരിച്ചു വന്ന് വീട്ടിൽ വന്നിരിക്കുന്നു. ഇതവൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ആ ബോട്ട് നഷ്ടപ്പെട്ട സങ്കടം അവനുണ്ട്. അങ്ങനെ ഒരു ദിവസം അവൻ അടുത്തുള്ളൊരു പട്ടണത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം
ഒരു കടയിൽ ഈ ബോട്ട് വിൽക്കാൻ വെച്ചേക്കുക. അപ്പോൾ ഇവൻ പറഞ്ഞു, ഇത് ഞാൻ ഉണ്ടാക്കിയ ബോട്ടാണ്, ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, ഇതിനൊരു വിലയുണ്ട്. ഇവന് ചിന്തിക്കാൻ പറ്റാത്ത വില കടക്കാരൻ ഇട്ടു. നോക്കണം, ഇവനുണ്ടാക്കിയ ബോട്ടാണ്, അതിന് ഈ കടക്കാരനൊരു വില ഇട്ടു. ഈ കുഞ്ഞ് എന്ത് ചെയ്തു? ഈ കുഞ്ഞ് തിരിച്ചു പോയിട്ട് അവൻ്റെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യവും തിരിച്ചു കൊടുത്തിട്ട് ആ ബോട്ട് അവൻ മേടിച്ചു. ബോട്ട് മേടിച്ചിട്ട് അവൻ ആ ബോട്ട് നോക്കി ഇങ്ങനെ പറഞ്ഞെന്നാണ് പറയുന്നത്, ഞാൻ നിന്നെ ഉണ്ടാക്കിയതാണ്, ഇന്ന് ഞാൻ നിന്നെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു. ഇതേ കാര്യമാണ് ആടിൻ്റെ കാര്യത്തിൽ നമ്മൾ വായിച്ചു. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വായിച്ചു, നഷ്ടപ്പെട്ടു പോയ ആടിന് ഉണ്ടാവാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ പറഞ്ഞു. അതിനെ ആക്രമിക്കപ്പെടാം, അത് വീഴാം, അതിൻ്റെ മേത്ത് മുറിവുകളുണ്ടാവാം. അവനെങ്ങനെ കൊണ്ടുവന്നേ? അവനെ തോളത്തെടുത്ത് വെച്ച് ഈ ആട്ടിടയൻ തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ വേദനകൾ എല്ലാം അവൻ്റെ തോളത്ത് മരക്കുരിശായി അവൻ വെച്ച്, അവൻ പലതവണ വീണപ്പോഴും ഈ കോടതികൾ മുഴുവൻ അവനിൽ കുറ്റമില്ലാന്ന് കണ്ടപ്പോഴും, അവനെ കുന്തം കൊണ്ട് കുത്തിയപ്പോഴും, അവനെ തുപ്പിയപ്പോഴും, പരിഹസിച്ചപ്പോഴും എല്ലാം ഈ ഒറ്റയാടായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഈ ഒറ്റയാടിന് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ല ഇടയൻ നമുക്കുണ്ട്, നമ്മൾ ഓർക്കുക. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മൾ ആരെ നോക്കിയാണ് നടക്കുന്നതെന്ന്. ചുറ്റും പല കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കണ്ട ക്രിസ്ത്യൻ ലൈഫ്. ഈ പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒരുപാട് കൽപ്പനകൾ ഫോളോ ചെയ്യുന്നു, പല കാര്യങ്ങൾ അവരെ കണ്ട് ചെയ്യുന്ന പോലെ ചെയ്യുന്നു. ഈ നിസ്കാര തഴമ്പൊക്കെ ഉള്ളതുപോലെ പരീക്ഷന്മാരുടെ ശരീരത്തും പല പാടുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവർ വെച്ചത് ഭക്തിയുടെ സൂചകമായിട്ടാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട. ഈ ഇടയൻ വരാൻ നേരം നിങ്ങളൊന്ന് താന്നിരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ തോളത്ത് എടുത്ത് നിങ്ങളെ ആ ആലയിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ആ ശബ്ദം കേട്ട് നിങ്ങൾ തിരിച്ചു വരുവാണെങ്കിൽ ഈ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഈ ലൈഫിന് വേണ്ടി നിങ്ങൾ ഒത്തിരി നമ്മുടെ കയ്യിൽ നിന്നൊന്നും വിടേണ്ട കാര്യമില്ല. അവൻ നിങ്ങളെ അവിടെ നിന്ന് തിരിച്ചുകൂടെ കൊണ്ടുവരും. അതിനകത്തൊരു കുഴപ്പമില്ല. അതവൻ ചെയ്തിരിക്കും. അതിനവൻ വാക്ക് തന്നേക്കുന്ന നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. പ്രൊവൈഡർ ഒറ്റ കാര്യമുള്ളൂ. അതിൻ്റെ 27-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാമത്തെ വാക്യം. ആ ഒരൊറ്റ കാര്യത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അതെ, ഈ ഒരൊറ്റ കാര്യമുള്ളൂ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഈ ശബ്ദം നമ്മൾ ഇന്ന് പകൽ തിരിച്ചറിയുവാണെങ്കിൽ അവൻ്റെ ആടുകളിൽ നിന്ന് നമ്മൾ വിളിക്കപ്പെടും. അവനെ നമുക്ക് ഇടയനെന്ന് പൂർണ്ണമായിട്ട് വിളിക്കാം. ആ അപ്പൻ ഇളയ മകൻ തിരിച്ചു വരുന്നത് നോക്കിയിരുന്ന് അവനെ തിരിച്ച് തല്ലുകയോ അല്ലെങ്കിൽ അവനെ വഴക്ക് പറയുകയോ ചെയ്യാതെ അവൻ എല്ലാ വസ്ത്രവും മോതിരവും അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവനെ വീട്ടിലേക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ, നമ്മളിതിനകത്ത് ഏതൊരാടാണെങ്കിലും, നമ്മുടെ സാഹചര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല, എല്ലാവരും പല കണ്ടീഷനിലും നടക്കുന്ന ആൾക്കാരാണ്. ആരാണെങ്കിലും നമ്മളെ തിരിച്ച് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള പിതാവ് നമുക്കുണ്ട്. യേശു ഈ ഉപമകളും പല കാര്യങ്ങളും ആൾക്കാരോട് പറയുന്നതിൽ ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, പിതാവിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് യേശു എല്ലാ കാര്യവും ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആ പിതാവിനെ അവൻ നമുക്ക് കാണിച്ചു തരുന്നു. ഏത് സമയത്തും ഏതൊരവസ്ഥയിലും നമ്മളെ സ്വീകരിക്കുന്ന ഒരു പിതാവുണ്ട്. ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞിരിക്കുകയാണ്. സങ്കീർത്തനം 23-ാമത്തെ അധ്യായം ഒന്ന് എടുക്കണം. അതിനകത്ത് പറയുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ഇത് തന്നെ കഴിഞ്ഞ ആഴ്ച ദേവദാസൻ പറഞ്ഞു, നമുക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും കൃപകളും അവൻ ഇറക്കി തരുമെന്ന് പറഞ്ഞു. യഹോവ എൻ്റെ ഇടയനാകുന്നു, അവൻ എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. അതിൻ്റെ അടുത്ത വാക്യം പറയുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനകത്തേക്ക് അവനെ നടത്തുന്നു. ഒരാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടിനും അപ്പുറത്തേക്ക് ഒരു കാര്യം ആവശ്യമില്ല. പച്ചയായ പുൽപ്പുറങ്ങൾ സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് അവൻ നടത്തും, പ്രൊവൈഡഡ് അവൻ നിൻ്റെ ഇടയനാണെങ്കിൽ. 3-ാമത്തെ കാര്യം, നമ്മൾ ഒരുപാട് തവണ എടുത്ത് വായിച്ചിട്ടുള്ള വാക്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, കൂരിയിൽ താഴ്വയിൽ കൂടി നടന്നാലും ഒരർത്ഥം ഭയപ്പെടുകയില്ല. പ്രൊവൈഡഡ് അവൻ നിൻ്റെ ഇടയനാണ്, അവൻ്റെ ശബ്ദം നീ കേൾക്കുന്നുണ്ടെങ്കിൽ. അതിൻ്റെ അടുത്ത വാക്യം, ഈ വടിയും കോലും എന്ന് പറയുന്നത് അടിയാണ്, അത് വേദനയാണ്. ഈ വടിയും കോലും ആശ്വാസമാവുന്ന ഒരു ടൈം വരും. ഈ ഇടയനായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിലേക്ക് നീ വരുമ്പോൾ ഈ വടിയും കോലും നിനക്ക് ആശ്വാസവും. ഇനി അതിൻ്റെ അവസാനം പറയുന്നു, നന്മയും കരുണയൊക്കെയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. നമ്മൾ ഒന്നിൻ്റെയും പുറകെ ഓടേണ്ട ആവശ്യമില്ല, ഒരു കാര്യത്തിൻ്റെയും പുറകെ ഓടേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഇടയനാണ്. ആ ബന്ധത്തിലേക്ക് നീ വരുവാണെങ്കിൽ ഈ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട.
ആ ശബ്ദം കേട്ട് മുമ്പോട്ട് പോകുക. നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെ നിന്നെ പിന്തുടരും. ഈ വചനങ്ങൾ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.